ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് വരുമ്പോൾ ഇന്നലെ സിനിമാ ചിത്രീകരണത്തിനിടെ കാടുകയറിപ്പോയ നാട്ടാന പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്തി തിരികെ എത്തിക്കുകയാണ്. അതാണ് പ്രധാനപ്പെട്ട വാർത്ത. അതിനപ്പുറം സംസ്ഥാനം ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു. പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ADGPക്കെതിരായ നടപടിക്കും ഇന്ന് കേരളം കാതോർക്കുകയാണ്. വിശദമായി പരിശോധിക്കാം. ന്യൂസ് ടൈംസ് ആരംഭിക്കുന്നു. സ്വാഗതം. കോതമംഗലത്ത് സിനിമാ ചിത്രീകരണത്തിനിടെ കാടുകയറിപ്പോയ നാട്ടാന പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്തി ഇപ്പോൾ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരികയാണ്. വനംവകുപ്പിന്റെയും RRTയുടെയും നേതൃത്വത്തിലുള്ള 50-അംഗ സംഘമാണ് കണ്ടെത്തിയത്. ഇതാ ദൃശ്യങ്ങൾ കാണുന്നത് ആനയെ തിരികെ എത്തിക്കുക, ലോറി കയറ്റി തിരികെ എത്തിക്കുന്നു. പുതുപ്പള്ളി നാട്ടിലേക്കുള്ള യാത്രയിലാണിപ്പോൾ. ദൃശ്യങ്ങൾ കാണുന്നത് അതാണ്. ആനയെ തിരികെ എത്തിക്കുന്നു എന്നതാണ്. 50-അംഗ സംഘമാണ് കാട്ടിൽ തിരച്ചിൽ നടത്തി ആനയെ കണ്ടെത്തിയത്. നേരത്തെ ഇന്നലെ ഒരു തെലുങ്ക് ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടയിലാണ് ഭൂതത്താൻകെട്ടിന് സമീപത്ത് നിന്നും ആന മണികണ്ഠൻ എന്ന ഒരു കൊപ്പമുണ്ടായിരുന്ന മറ്റൊരു നാട്ടാനയുടെ കുത്തേറ്റ് ആന പുതുപ്പള്ളി സാധു കാട്ടിലേക്ക് ഓടിക്കയറിയത്. ഉൾക്കാട്ടിലേക്ക് ഓടിക്കയറിയ ആനയെ പിന്നീട് തെരഞ്ഞ് വനംവകുപ്പിന്റെ പ്രത്യേക സംഘം പിന്നാലെ പോയി. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ആനയെ കണ്ടെത്തുകയും ഒടുവിൽ ആനയെ വാഹനത്തിൽ കയറ്റി തിരികെ എത്തിക്കുകയും ചെയ്യുന്നത്. ദൃശ്യങ്ങൾ കാണുന്നത് ആനയെ അവിടേക്ക് എത്തിക്കാനുള്ള നീക്കമാണ്. എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവാതെ ആനയെ തിരികെ എത്തിക്കാൻ കഴിയുന്നു എന്നതാണ് സാഹചര്യം. ഡാനി ഇപ്പോൾ ഉണ്ട്. ഡാനി, നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ആനയെ എത്തിക്കുന്നത് വലിയൊരു ദൗത്യമായിരുന്നു വനംവകുപ്പിനെ സംബന്ധിച്ച്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ആന ഒത്തിരി ഉൾക്കാട്ടിലേക്ക് കടന്നു പോയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? ഡാനി തിരികെ എത്തിക്കുകയാണ് ആനയെ. നമുക്ക് കാണാം. വലിയൊരു ദൗത്യമായിരുന്നു വനംവകുപ്പിന് മുന്നിൽ ഉണ്ടായിരുന്നത്. കാരണം ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി നടന്ന തെരച്ചിലിനൊടുവിൽ ആനയെ കണ്ടെത്തുകയാണ്. ആന അധികം ഉൾക്കാട്ടിലേക്ക് കടന്നു പോയിരുന്നില്ല, അല്ലേ? തന്നെയാണ്. കാരണം വലിയ ഉൾക്കാട്ടിലേക്ക് ആന കടന്നു പോയിരുന്നില്ല എന്ന് തന്നെയാണ്. തുണ്ടത്തിൽ ഫോറസ്റ്റ് റേഞ്ചിന്റെ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഉൾക്കാട്ടിലേക്ക് ആന കടന്നു പോയിരുന്നില്ല. തുടക്കത്തിലൊരു ആശങ്കയുണ്ടായിരുന്നു. നമ്മളുള്ളത് ഇടമലയാറിന്റെ ആ ഒരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ആ ഭാഗത്താണുള്ളത്. ഇവിടുന്ന് അകത്തേക്ക് കൂടുതൽ അകത്തേക്ക് പോകും തോറും അത് വലിയ രീതിയിലേക്ക് സങ്കീർണതകൾ ഉണ്ടാക്കുമായിരുന്നു. കാരണം പ്രധാനമായും തന്നെ ഇടമലയാറ് അവിടെ ഡാം ആ ഭാഗത്തേക്ക് വരുമ്പോൾ നിബിഡ വനമാണ്. അതിനകത്തേക്ക് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും അവിടേക്ക് പോകുമ്പോൾ കാട്ടാന ശല്യം എല്ലാം തന്നെ കൂടുതലുള്ള മേഖലയാണ്. അപ്പോൾ ഈ ഭാഗത്തേക്ക് കയറി പോകുമ്പോഴെല്ലാം തന്നെ വലിയ രീതിയിലൊരു ആശങ്കയ്ക്ക് അത് കാരണമാക്കിയിരുന്നു. കാരണം ഇത് കാട്ടാനകളുടെ ഒരു ശല്യമെല്ലാം തന്നെ ഉണ്ടാകാനുള്ളൊരു സാധ്യതകളെല്ലാം തന്നെ അത് കണക്കിലെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയും എങ്ങനെയാകും കാര്യങ്ങൾ എന്നത് സംബന്ധിച്ച് വലിയ സങ്കീർണതകളും ആശയക്കുഴപ്പങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ തെരച്ചിൽ 6 മണിക്ക് ആരംഭിക്കുമ്പോഴുണ്ടായിരുന്ന പ്രധാനമായ ഒരു പ്രശ്നം ഇത് ഉൾക്കാട്ടിലേക്ക് അധികം കയറിപ്പോകാൻ സാധ്യതയുണ്ടോ എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെയും ഡ്രോൺ അടക്കമുള്ളൊരു സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നിരീക്ഷിക്കുക, എന്താണ് സംഭവിക്കുക എന്നതെല്ലാം തന്നെ നോക്കുക എന്നതായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത്. പക്ഷേ വലിയ ആശങ്കയിലേക്കൊന്നും കാര്യങ്ങൾ പോയില്ല. വലിയ തിരച്ചിലേക്കും നീങ്ങുക അതിനു മുൻപ് തന്നെ കൃത്യമായി ആനയെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നത് തന്നെയായിരുന്നു വലിയൊരു ആശ്വാസമായി ഉണ്ടായിരുന്നത്. ഇവിടെ 50-അംഗ സംഘം, വനപാലകരും മറ്റ് തെരച്ചിൽ സംഘങ്ങളും എല്ലാം ഉൾപ്പെടുന്ന 50-അംഗ സംഘത്തോടൊപ്പം തന്നെ ആനയുടെ ഉടമസ്ഥരും അതോടൊപ്പം തന്നെ പാപ്പാന്മാരും എല്ലാം തന്നെ ഇതിനൊപ്പം ചേർന്നിരുന്നു. നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് ഇത് കോട്ടയത്തേക്ക് ആനയെ കൊണ്ടുപോയിരിക്കുന്നു എന്നതാണ്. ഉടമസ്ഥൻ തന്നെ വ്യക്തമാക്കിയിരുന്നത് കോട്ടയത്തേക്ക് കൊണ്ടുപോകുന്നെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇവിടേക്ക് ആനയെ അത് കൃത്യമായി ട്രാക്ക് ചെയ്ത് സാധിച്ചു. അതിനുശേഷം ലോറിയിലേക്ക് കയറ്റി ഇപ്പോൾ അത് മടങ്ങിയിരിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പുതുപ്പള്ളി സാധു എന്ന ആനയും അതോടൊപ്പം തന്നെ മണികണ്ഠൻ എന്ന ആനയും തമ്മിൽ ആണ് കൊമ്പ് കോർത്തത്. അതിനുശേഷം ഈ സാധു ആന കാട്ടിലേക്ക് കയറുകയായിരുന്നു. ആദ്യം തുടക്കത്തിൽ ഇതിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അത് തന്നെയായിരുന്നു വലിയ വിഷയങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. കാരണം ഈ കാട്ടാന ശല്യം ഏറെയുള്ളൊരു മേഖലയിൽ അതിനെ ഒരു പൂർണ്ണ ആരോഗ്യത്തോടെ അത് കിട്ടുമോ എന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു വലിയ സംശയം നിലനിന്നിരുന്നു. പുലർച്ചെ ആകുമ്പോഴേക്കും അത് മറ്റേതെങ്കിലും രീതിയിൽ പരിക്കേൽക്കാൻ
എടുക്കാനുള്ള ഒരു സാധ്യതയും എല്ലാവരും തന്നെ സംശയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനെല്ലാം തന്നെ ഒരു ആശ്വാസമാവുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരുന്നു. ആനയെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെയാണ് കണ്ടെത്തിയത് എന്നത് വലിയ ആശ്വാസമാണ് അവർക്ക് നൽകുന്നത്. തെരച്ചിലിന് വലിയൊരു സംഘം തന്നെ ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. വനപാലകരടക്കമുള്ള ഒരു വലിയൊരു സംഘം തെരച്ചിലിന് എത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ തുടങ്ങുമ്പോൾ ആശങ്കകളില്ലാതെ ഇത് ആനയെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. പൂർണ്ണ ആരോഗ്യത്തോടെ ആനയെ കിട്ടുന്നു എന്നതാണ്. ഇന്നലെ അത് വൈകിട്ട് ഭക്ഷണം കഴിച്ചു. പിന്നീട് അതിൻ്റെ ഒരു ആരോഗ്യനില സംബന്ധിച്ച് കാര്യങ്ങൾ സംബന്ധിച്ച് യാതൊരു രീതിയിലുള്ള ഒരു അറിയിപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആരോഗ്യമടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ആശയങ്ങളും വലിയ ആശയക്കുഴപ്പങ്ങളും അടക്കമുള്ള ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പ്രശ്നമാകുന്നില്ല. വലിയ സങ്കീർണതകളില്ലാതെ തന്നെ ആനയെ കണ്ടെത്താനടക്കം സാധിച്ചു എന്നത് തന്നെ അവർക്ക് ആശ്വാസകരമാകുന്നു എന്നതാണ്. എന്തായാലും അത് ആ ഒരു തിരച്ചിൽ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു തിരച്ചിൽ അടക്കം തുടക്കത്തിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നതാണ് അവർക്ക് ആശ്വാസം പകരുന്നത്. ഇത് നമ്മൾ കാണുന്നത് തുണ്ടത്തിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസാണ്. അവിടെ ഇവരടക്കം ഇതിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ ഇതിൽ ആനയുടെ തിരച്ചിലിന് നേതൃത്വം നൽകുക എന്നതടക്കമുള്ളൊരു കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ സംഘം പൂർണ്ണമായിട്ട് തന്നെ തിരിച്ചെത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ